ഹായ് ആൾ വെൽക്കം ടു ദ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാക്കി പോർഷനാണ്. അപ്പോൾ RBIയുടെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് മെയിനായിട്ടും 4 ടൈപ്സ് ആണുള്ളത്. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, വേരിയബിൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബാങ്ക് റേറ്റ് പോളിസിയാണ്. അപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ മിനിമം റേറ്റ് അറ്റ് വിച്ച് റിസർവ് ബാങ്ക് ഈസ് ready to grant loans and advances to commercial banks or to rediscount bill of exchange. Means ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മിനിമം റേറ്റ് റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ ഗ്രാൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തോ അവർ ചാർജ് ചെയ്യുന്ന മിനിമം റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അതേ റേറ്റ് തന്നെയാണ് എന്താണ്? റീഡിസ്കൗണ്ട് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബാങ്കിന്റെ കയ്യിലുള്ള ബില്ലുകൾ RBI റീഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റും എന്ത് തന്നെയാണ്? ബാങ്ക് റേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത്. ബൈ മാനിപ്പുലേറ്റിംഗ് ദി ബാങ്ക് റേറ്റ് റിസർവ് ബാങ്ക് ക്യാൻ ടു സം എക്സ്റ്റെൻറ്റ് റെഗുലേറ്റ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് ജനറൽ ക്രെഡിറ്റ് സിറ്റുവേഷൻ ഓഫ് ദി കൺട്രി. അപ്പം നമ്മൾ ഈ ഒരു ബാങ്ക് റേറ്റ് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ലോണിന്റെ അഡ്വാൻസിന്റെ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് റീഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന ഈ ഒരു റേറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ക്രെഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ റിസർവ് ബാങ്കിന് സാധിക്കും. അപ്പം അതെങ്ങനെയാണെന്നാണ്. ഇപ്പം ബാങ്ക് റേറ്റ് എൻഹാൻസ് ചെയ്യാന്ന് വിചാരിക്കാം. ബൈ എൻഹാൻസിങ് ബാങ്ക് റേറ്റ് RBI ക്യാൻ മേക്ക് ബാങ്ക് ക്രെഡിറ്റ് ഡിയറർ ഓർ കോസ്റ്റിയർ. മീൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റിനെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് റേറ്റ് എൻഹാൻസ് ചെയ്യാന്ന് വിചാരിക്കാം. ബാങ്ക് റേറ്റ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂട്ടുന്നു. അങ്ങനെ കൂട്ടുന്ന സമയത്ത് RBI ബാങ്കുകളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ എടുക്കുന്ന അഡ്വാൻസ് അവർക്ക് കൂടുതൽ കോസ്റ്റിയർ ആയി തോന്നും. എന്താണ്? കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ബാങ്കുകൾ കൂടുതലായിട്ട് ലോണോ അഡ്വാൻസോ റീഡിസ്കൗണ്ടോ ഒന്നും തന്നെ RBIയിൽ ചെയ്യില്ല. അങ്ങനെ ചെയ്യാതെ വരുന്ന സമയത്ത് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഫാളോ ചെയ്യും. മീൻസ് ഇക്കണോമിയിൽ എമൗണ്ട് വരുന്നത് മീൻസ് ഫണ്ടിന്റെ ഫ്ലോ കോൺട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് ലെവലും ബെറ്റർ ആക്കും. ഈ രീതിയിൽ ബാങ്ക് റേറ്റ് എൻഹാൻസ് ചെയ്തുകൊണ്ട് RBI മണിയുടെ സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് RBI എന്ത് ചെയ്യുന്നുണ്ട്? ചില സമയങ്ങളിൽ ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ ബാങ്ക് റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വളരെ ചീപ്പായിട്ട് ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് കിട്ടുന്ന സമയത്ത് അവർ പബ്ലിക്കിന് കൂടുതൽ അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് റൈസ് ചെയ്യും, പ്രൈസ് ലെവലും റൈസ് ചെയ്യും. ഇതാണ് ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് പോളിസിയിലൂടെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് RBI മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു RBI ബാങ്ക് റേറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എക്കണോമിയിലെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് അത് അത്രയും എഫക്റ്റീവ് അല്ല. അതിനുള്ള കാരണങ്ങളാണ് ഫസ്റ്റ് വൺ, മേജർ ക്രെഡിറ്റ് റിക്വയർമെന്റ് മെറ്റ് ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് ഇൻഡിജീനിയസ് ബാങ്ക്സ്. നമ്മുടെ രാജ്യത്ത് ആളുകൾക്ക് ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ല അവരെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. മെജോറിറ്റിയും മണി ലെൻഡേഴ്സും ഇൻഡിജീനിയസ് ബാങ്കേഴ്സും ആണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് റേറ്റ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എക്കണോമിയിൽ വലിയ രീതിയിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ ഒന്നും നടക്കുന്നില്ല. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് കോർഡിനേഷൻ ആണ്. ഇപ്പോൾ ഒരു സ്ഥലത്തും മണി മാർക്കറ്റിലെ ഒരു പ്ലേസിലും കോർഡിനേഷൻ ബെറ്റർ ആയിട്ട് നടക്കുന്നില്ല. അതും ഈ ഒരു മാനിപ്പുലേഷനെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് വേരിയിങ് അക്കോർഡിംഗ് ടു ദ സെയിം പ്രപ്പോർഷൻ ഓഫ് വേരിയേഷൻ ഒക്കറിംഗ് ഇൻ ബാങ്ക് റേറ്റ്. അപ്പോൾ ബാങ്ക് റേറ്റ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ അതേ റേറ്റ് തന്നെ എക്കണോമിയിലെ ക്രെഡിറ്റ് ഒന്നും കൺട്രോൾ ആവുന്നില്ല. അതും ഒരു നെഗറ്റീവാണ്. നെക്സ്റ്റ്, സ്കാർസിറ്റി ഓഫ് എലിജിബിൾ ബിൽസ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് RBIയിൽ റീഡിസ്കൗണ്ട് ചെയ്യാനുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ബില്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ക്വാളിഫൈ ആയിട്ടുള്ള ബില്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് റീഡിസ്കൗണ്ട് ചെയ്തിട്ട് ലോൺ എടുക്കുക എന്നുള്ള ഒരു ചാൻസേ വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, റീഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയെന്നുള്ളത് കൊണ്ട് ക്രെഡിറ്റ് ഒന്നും കൺട്രോൾ ആവുന്നില്ല. ലാസ്റ്റ് വൺ, അബൻഡൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ്. ഇപ്പോൾ ഡെപ്പോസിറ്റ്സ് ഒരുപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരുപാട് ഡെപ്പോസിറ്റ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഡെപ്പോസിറ്റിന്റെ പോർഷൻ തന്നെ മതി അവർക്ക് ആവശ്യമായിട്ടുള്ള ലെൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ RBIയെ ബാങ്കുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാങ്ക് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റം ക്രെഡിറ്റ് കൺട്രോളിനെ സ്വാധീനിക്കുന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് ബാങ്ക് റേറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് പോളിസി മാനിപ്പുലേറ്റ് ചെയ്താലും ഇക്കണോമിയിൽ ക്രെഡിറ്റ് കൺട്രോൾ ആവില്ല എന്ന് പറയാനുള്ള കാരണം.
കറണ്ട് ബാങ്ക് റേറ്റ് 4.65% ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റെപ്പോ റേറ്റ് ആണ്. റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വേറൊരു പേരാണ് റീപർച്ചേസ് റേറ്റ്. ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI lends ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തിൻ ദി കൺട്രി. രാജ്യത്തിനകത്തുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും RBI ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയാണ് റെപ്പോ റേറ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക്സ് ബോർ funds from Central Bank of India by selling government securities with a legal agreement to repurchase the securities sold on a given date at a predetermined പ്രൈസ്. മീൻസ് ബാങ്ക് RBIയുടെ കയ്യിൽ നിന്ന് ലോൺ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോറോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBIക്ക് വിറ്റുകൊണ്ടാണ്. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBIക്ക് വിൽക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അത് സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്ന പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ പർച്ചേസ് ചെയ്തോളാന്ന് പറഞ്ഞ് റീപർച്ചേസ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടാണ് ബാങ്ക് RBIയിൽ നിന്ന് ലോൺ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് ചാർജ്ഡ് ബൈ RBI വൈൽ ദേ റീപർച്ചേസിങ് ദ സെക്യൂരിറ്റീസ് ഇസ് കോൾഡ് റെപ്പോ റേറ്റ്. അപ്പോൾ ഈ റീപർച്ചേസ് നടക്കുന്ന സമയത്ത് RBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. കറണ്ട് റെപ്പോ റേറ്റ് 4% ആണ്. നെക്സ്റ്റ് റിവേഴ്സ് റെപ്പോ റേറ്റ് ആണ്. When RBI faces financial crunch, they invite commercial banks and other financial institutions to deposit their excess fund into RBI treasury and offer them excellent interest rates. Means RBIക്ക് ഫിനാൻഷ്യലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ക്രഞ്ച് ഉണ്ടാകുന്ന സമയത്ത് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും അവരുടെ ഡെപ്പോസിറ്റിൽ അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഫണ്ടിനെ RBIക്ക് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ആ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സലൻ്റ് വളരെ നല്ല ഒരു ഇൻട്രസ്റ്റ് റേറ്റ് RBI പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ RBI പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റെപ്പോ റേറ്റ് എപ്പോഴും റെപ്പോ റേറ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ കറണ്ട് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3.35 ആണ്. അപ്പോൾ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് RBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് റെപ്പോ റേറ്റ്. നെക്സ്റ്റ് RBI അവരുടെ കയ്യിൽ നിന്ന് ലോൺ റിസീവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ആണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. നെക്സ്റ്റ് ബേസ് റേറ്റ് ആണ്. ബേസ് റേറ്റ് മീൻസ് മിനിമം റേറ്റ് സെറ്റ് ബൈ RBI ബിലോ വിച്ച് ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ ലെൻഡ് ചെയ്യുന്ന സമയത്ത് മിനിമം ചാർജ് ചെയ്യേണ്ട റേറ്റ് RBI ഫിക്സ് ചെയ്തിട്ടുള്ള മിനിമം ചാർജ് ചെയ്യണം എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസ് റേറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ടു എൻഹാൻസ് ദ ട്രാൻസ്പെറൻസി ഇൻ ക്രെഡിറ്റ് മാർക്കറ്റ്. ക്രെഡിറ്റ് മാർക്കറ്റിൽ ട്രാൻസ്പെറൻസി ഉണ്ടാവുക എന്നുള്ളതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ്. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺ ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. Open market operations of central bank consist of purchase and sale of government securities in the open market. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. വിത്ത് എ വ്യൂ ടു റെഗുലേറ്റ് സപ്ലൈ ഓഫ് മണി. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിയിലെ മണിയുടെ സപ്ലൈ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്ന എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് യൂസ്ഡ് ആസ് ദ മെഷർ ടു ഓഫ്സെറ്റ് ദ സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ മണി മാർക്കറ്റ്. അപ്പോൾ മണി മാർക്കറ്റിൽ ഉണ്ടാകുന്ന സീസണൽ ഫ്ലക്ച്വേഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് എക്സസ് സപ്ലൈ ഓഫ് മണി ഇൻ ദ മണി മാർക്കറ്റ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൽ സെക്യൂരിറ്റീസ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. അപ്പം എക്കണോമിയിൽ എക്സസ് മണി സപ്ലൈ ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റിൽ സെൽ ചെയ്യാൻ നോക്കും. അപ്പോൾ സെൽ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് എന്ത് ചെയ്യും? വാങ്ങിക്കാൻ വേണ്ടി വില്ലിങ് ആവും. അപ്പോൾ അവർ ഈ ഒരു സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ക്യാഷ് റിസർവ് ബാങ്കിൻ്റെ കയ്യിലെത്തും. അപ്പോൾ അതാണ് എക്സസ് മണീനെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഈ ഒരു സർക്കുലേഷൻ്റെ ഷോർട്ടേജ് ആണ് എക്കണോമിയിലുള്ളതെങ്കിൽ സെൻട്രൽ ബാങ്ക് ഈ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിനെ ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റീസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലെത്തുകയും സെക്യൂരിറ്റീസ് RBIയുടെ കയ്യിലെത്തുകയും അതിൻ്റെ ക്യാഷ് പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ മണി സപ്ലൈ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ മണി കൺട്രോൾ ചെയ്യുന്നതിന് എക്കണോമിയിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അപ്പോൾ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? എവറി ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ദെയർ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആസ് ക്യാഷ് റിസർവ്സ് വിത്ത് RBI. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റ്യൂട്ടറി ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പം എല്ലാ ഷെഡ്യൂൾഡ്
ബാങ്കുകളും RBIയുടെ കയ്യിൽ ക്യാഷ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ ഡെപ്പോസിറ്റ്സിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് RBIയിൽ ക്യാഷ് റിസർവ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു റേഷ്യോനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കാം. എന്താണ് an increase in cash reserve ratio reduces the excess reserve of the bank and a decrease in the cash reserve ratio increases their excess reserves. മീൻസ് ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് RBIയിൽ ക്യാഷ് റിസർവ്സ് ആയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് കൂടുതൽ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ കൂടുതൽ എമൗണ്ട് അവിടെ കീപ്പ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ബാക്കിയുള്ള ഫണ്ട് കുറവായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഫണ്ടാണ് എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് ലോണും അഡ്വാൻസും ഒക്കെ ആയിട്ട് എത്തുന്നത്. അപ്പോൾ എമൗണ്ട് കുറയുന്ന സമയത്ത് ബാങ്കുകൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് കുറവായിരിക്കും. അങ്ങനെ ആ രീതിയിൽ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാം. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുന്ന സമയത്ത് എന്താണ്, അവർക്ക് കൂടുതൽ എമൗണ്ട് കയ്യിലുണ്ടാവും. RBIയിൽ കുറച്ച് എമൗണ്ട് മാത്രം ക്യാഷ് റിസർവ് ആക്കി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ അവർ കൂടുതൽ എമൗണ്ട് പബ്ലിക്കിന് ലോണും അഡ്വാൻസും ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ മണി സപ്ലൈ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ഈ രീതിയിലുള്ള ഒരു റേഷ്യോ ആണ് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പം കറണ്ട് CRR എന്ന് പറയുന്നത് എത്രയാണ്, 3% ആണ്. നെക്സ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഓർ SLR. ഇപ്പോൾ SLR എന്ന് പറയുന്നത് എന്താണ്, എവറി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ നോട്ട് ലെസ് ദാൻ 25% ഓഫ് ഇറ്റ്സ് ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ് ഇൻ ലിക്വിഡ് അസറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഗോൾഡ് ആൻഡ് അൺഎൻക്യുംബേർഡ് ഗവൺമെൻറ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് വിത്ത് RBI. മീൻസ് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവരുടെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റിൻ്റെ 25% കുറയാത്ത ഒരു സംഖ്യയുടെ ലിക്വിഡ് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ്, ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ലിക്വിഡ് അസറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ലിക്വിഡ് അസറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന റേഷ്യോനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ SLR റെഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. എ റിഡക്ഷൻ ഇൻ SLR ബൈ RBI വിൽ ഓഗ്മെൻറ്റ് ഓഫ് ദി റിസോഴ്സ് ഓഫ് ദി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ SLR റെഡ്യൂസ് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ കയ്യിലുള്ള ഫണ്ട് അല്ലെങ്കിൽ കൂടുതലുള്ള റിസോഴ്സസ് എന്ന് പറയുന്നുണ്ടാവും കൂടുതലാവും. ആ രീതിയിൽ അവർക്ക് കൂടുതൽ എക്കണോമിയിലേക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് SLR ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിക്രീസ് ഇൻ ദ ലെൻഡബിൾ റിസോഴ്സസ്, അവരുടെ ലെൻഡബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ലെൻഡ് ചെയ്യാനുള്ള റിസോഴ്സ് കുറയുകയും മണി സപ്ലൈ ഇക്കണോമിയിലേക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് SLR ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് SLR എന്ന് പറയുന്നത് എത്രയാണ്, 18% ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ആണ്. ദർ വർ അഡാപ്റ്റഡ് ടു ഡൈവേർട്ട് ദ ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ഫ്രം സ്പെക്കുലേറ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ടു പ്രൊഡക്റ്റീവ് ആൻഡ് മോർ അർജൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, എക്കണോമിയിലെ ആക്ടിവിറ്റീസ് സ്പെക്കുലേറ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിലേക്ക് ഫണ്ട് പോകുന്നതിന് പകരം പ്രൊഡക്റ്റീവ് ആൻഡ് അർജൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഫണ്ട് വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്, റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്, ഡിഫറൻഷ്യൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്, റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്, ലാസ്റ്റ് വൺ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എംപവർ ചെയ്തിട്ടുള്ള ഒരു റൈറ്റ് ആണ് ടു ഇഷ്യൂ ഡയറക്റ്റീവ്സ് ടു എനി പെർട്ടിക്കുലർ ബാങ്ക് ഓർ ബാങ്കിങ് സിസ്റ്റം. ഏത് പെർട്ടിക്കുലർ ബാങ്കിനും അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ ബാങ്കിങ് സിസ്റ്റത്തിനും അവർക്ക് ഇഷ്യൂ ചെയ്യാം, ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യാം. ബാങ്ക്സ് ഡയറക്റ്റീവ്സ് മേ റിലേറ്റ് ടു, അങ്ങനെയുള്ള ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് പല കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ദ പേർപ്പസ് ഫോർ ദ അഡ്വാൻസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസിൻ്റെ പേർപ്പസ് എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഡയറക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ദ മാർജിൻസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് സെക്യൂർഡ് അഡ്വാൻസ്. അപ്പോൾ സെക്യൂർഡ് അഡ്വാൻസസിൻ്റെ രീതിയിൽ എത്ര മാർജിൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം. നെക്സ്റ്റ് മാക്സിമം അഡ്വാൻസ് ടു എനി കമ്പനി, ഫേം ഓർ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഫേമിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ലോണിൻ്റെ എമൗണ്ട് എത്രയാണ്. നെക്സ്റ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഈ എല്ലാ രീതിയിലുള്ള ഡയറക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ് ആണ് ഫസ്റ്റത്തെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്ക് നമ്മളെ കയ്യിൽ നിന്ന് ഒരു സെക്യൂരിറ്റി വാങ്ങിക്കും. ആ സെക്യൂരിറ്റിയുടെ വാല്യൂ കണ്ടിട്ട് അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ബാങ്ക് നമുക്ക് ലോൺ ആയിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി സെക്യൂരിറ്റിയും നമുക്ക് കിട്ടുന്ന ലോണും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ RBI stipulated certain margin requirements on advances which are given against certain commodities. അപ്പോൾ ചില കമ്മോഡിറ്റീസിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് RBI ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് ഗ്രെയിൻസ്, ഓയിൽ സീഡ്സ്, ഓയിൽ, വനസ്പതി, ഈ കാര്യങ്ങളിലൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് എത്ര മാർജിൻ റിക്വയർമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം RBI പറയും. അപ്പോൾ RBI ഫിക്സ് ചെയ്യുന്ന മാർജിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ലോവർ മാർജിൻ ഈസ് ഫിക്സഡ് ടു ബോറോവേഴ്സ് ദോസ് നീഡ്സ് ഇസ് അർജൻറ്റ് ആയിട്ട് ലോൺ കിട്ടണം എന്നുള്ള ബോറോവേഴ്സിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുന്ന മാർജിൻ ലോവർ ആയിരിക്കും. മീൻസ് എന്താണ്? ഫുഡ് ഗ്രെയിൻസിൻ്റെ മുകളിലൊക്കെ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കമ്മോഡിറ്റീസിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മാർജിൻ റിക്വയർമെൻറ്റ്സ് വളരെ കുറവായിരിക്കും. ഇനി ബോറോവേഴ്സിൻ്റെ നീഡ് അർജൻറ്റ് അല്ല, ഹൂസ് ആക്ടിവിറ്റീസ് വിൽ അഗ്രിവേറ്റ് ദ പ്രൈസ് സിറ്റുവേഷനിൽ അത് എന്താണ് സൂട്ടബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ, അർജൻറ്റ് അല്ലാത്ത കാര്യം തോന്നുകയാണെങ്കിൽ മാർജിൻ റിക്വയർമെൻറ്റ്സ് റേസ് ചെയ്യാം. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ RBI പറയുന്ന ഇതാണ്, ഡിഫറെൻറ്റ് റേറ്റ്സ് ഇൻട്രസ്റ്റ് ഒരേ റേറ്റിൽ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ല കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് വേണ്ടത്. ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് പർപ്പസിനനുസരിച്ച് എന്ത് ചെയ്യാം? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഹയർ റേറ്റ്സ് ബാങ്കുകൾ ഹയർ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ലോൺ ചോദിക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ പർപ്പസ് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഇനി മറ്റുള്ള പർപ്പസുകൾക്ക് അതർ പർപ്പസിന് എന്താണ്? ലോവർ റേറ്റ് ആണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ലോവർ റേറ്റ് മെയിനായിട്ടും പ്രയോറിറ്റി സെക്ടേഴ്സിനാണ്. മീൻസ് എക്സ്പോർട്ട് ട്രേഡ്, സ്മോൾ ഇൻഡസ്ട്രീസ്, അവർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ലോവർ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ക്ലീൻ അഡ്വാൻസ് ആണ്. റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ് എന്ന് പറയുന്നത് ക്ലീൻ അഡ്വാൻസസ് മീൻസ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണം അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ക്രെഡിറ്റ് ലിബറലൈസേഷൻ ടു സെലക്റ്റഡ് സെക്ടേഴ്സ് ആണ്. മീൻസ് നമ്മളിപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് പറഞ്ഞു അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനോട് RBI പറയുന്നത്. പക്ഷേ ചില സെലക്റ്റഡ് ഡിസേർവിംഗ് ആയിട്ടുള്ള ബോറോവേഴ്സിന് ഈ കൺട്രോളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. അൺനെസസറി ആയിട്ടുള്ള ഹാർഡ്ഷിപ്പ് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് ഇത്തരം സെലക്റ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിന് ക്രെഡിറ്റ് ലിബറലൈസേഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എന്താണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കൊക്കെ ഈ ഡയറക്റ്റീവ്സിൽ നിന്നൊക്കെ എക്സംഷൻ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീമാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1965 നവംബറിലാണ്. ഈ സ്കീമിൽ പറയുന്നത് എന്താണ്? ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ RBI's ഓതറൈസേഷൻ ബിഫോർ ഗ്രാൻറ്റിംഗ് എനി ഫ്രഷ് ക്രെഡിറ്റ് ഓഫ് ₹1 crore ടു എനി സിംഗിൾ പാർട്ടി. മീൻസ് പറയുന്നത് എന്താണ്? 1 കോടി രൂപ ഒരു സിംഗിൾ പാർട്ടിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് RBIയുടെ ഓതറൈസേഷൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വാങ്ങിക്കണം എന്നാണ്. പിന്നീട് അത് 1983 4 crores ആയി, അതുപോലെ തന്നെ 1986 6 crores ആയി. അങ്ങനെയുള്ള ചേഞ്ചസ് ഈ സ്കീമിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ക്രെഡിറ്റിൻ്റെ ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സ്കീമാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. നെക്സ്റ്റ് ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ആണ്. ലോൺ സിസ്റ്റം എങ്ങനെ ബാങ്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ലോൺ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ്. 1995 ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ബ്രിങ് അബൌട്ട് ഡിസിപ്ലിൻ ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതിൽ ഡിസിപ്ലിൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ടു ഗെയിൻ ബെറ്റർ കൺട്രോൾ ഓവർ ദ ഫ്ലോ ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റിൻ്റെ ഫ്ലോയിൽ ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷറാണ് മോറൽ സ്വാഷൻ ആൻഡ് ക്രെഡിറ്റ് റാഷനിങ്. ഇത് പറയുന്നത് എന്താണ്? നോ എലമെൻറ്റ്സ് ഓഫ് കമ്പൽഷൻ. അപ്പോൾ ഈ ഒരു മോറൽ സ്വാഷനിൽ നമുക്ക് RBI പ്രൊവൈഡ് ചെയ്യുന്ന ചില പോളിസീസ് അതിലൊന്നും ഈ കമ്പൽഷൻ ഒന്നുമില്ല. പക്ഷേ ആ പോളിസീസിൽ ഇംപ്രസീവ് ആയിട്ട് ഏതെങ്കിലും തോന്നുകയാണെങ്കിൽ ബാങ്കുകൾക്ക് അത് ഫോളോ ചെയ്യാം. സക്സസ് ഓഫ് ദിസ് മെഷർ ഡിപ്പെൻഡ് ഓൺ ദി ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ RBI പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു മോറൽ സ്വാഷനിൽ ഒരുപാട് പോളിസീസ് പറയും. അതിൽ നമുക്ക് ഇംപ്രഷനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഫോളോ ചെയ്യാം. അപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക് അത് ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ഭാഗത്തുനിന്ന് നല്ല കോപ്പറേഷനും ഇൻവോൾവ്മെൻറ്റും വേണം. അപ്പോൾ മോറൽ സ്വാഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും കോപ്പറേഷനുമാണ്. RBI arranges meetings and discussions with the representatives of commercial banks or frequently sends circulars to them for persuading a particular line of action. അപ്പോൾ മോറൽ സ്വാഷനിൽ RBI ചെയ്യുന്ന കാര്യം ഇതാണ്. എന്താണ്?
കണ്ടിന്യൂസ് ആയിട്ട് ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് മീറ്റിംഗ്സും ഡിസ്കഷൻസും ഒക്കെ വയ്ക്കും. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി അവർക്ക് സർക്കുലേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ പെർട്ടിക്കുലർ ലൈൻ ഓഫ് ആക്ഷൻ അവർക്ക് ഉണ്ടാകാൻ വേണ്ടി അവരെ പെർസ്വേഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ദ നെസസിറ്റി of credit restraint, urgency of deposit mobilization, large employment of funds in priority sector, etc. are impressed upon commercial banks through the persuasion. അപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്ന ഈ പെർസ്വേഷനിൽ അവർ ബാങ്കുകളിൽ എത്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് റീസ്ട്രെയിനെ കുറച്ച്, നെസസിറ്റി ഓഫ് ക്രെഡിറ്റ് റീസ്ട്രെയിൻ, അതുപോലെ തന്നെ അർജൻസി ഓഫ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ, ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അതുപോലെ ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ പ്രയോറിറ്റി സെക്ടറിൽ കൂടുതൽ ലോൺ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ എമൗണ്ട് എംപ്ലോയ് ചെയ്യിക്കണം എന്നുള്ള കാര്യങ്ങൾ, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ഡിസ്കഷൻസിലൂടെയും അതുപോലെ തന്നെ മീറ്റിംഗ്സിലൂടെയും RBI എത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ, കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. RBI ടു ഡീൽ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്, ഗോൾഡ് കോയിൻ ആൻഡ് ബുള്ളിയൻസ്. നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ ഒഫീഷ്യൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഒഫീഷ്യൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും RBIയുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ RBI ടു മേക്ക് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എക്സ്ചേഞ്ച് കൺട്രോൾ ഇൻ 1939 ഇഫക്റ്റീവായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഇൻറ്റയർ ബിസിനസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് ബീങ് കണ്ടക്റ്റഡ് ബൈ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്ന എല്ലാ പർച്ചേസും സെയിൽസും ഒക്കെ തന്നെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടു എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ആണ്. എക്സ്ചേഞ്ചിൽ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റ്, സ്റ്റേബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനെ കൺട്രോൾ ചെയ്യുന്നതും കസ്റ്റഡിയിൽ വെക്കുന്നതും RBI തന്നെയാണ്. അപ്പോൾ RBIയുടെ ഒരു സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷറാണ് കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയും പറയുന്നത് മോണിറ്ററി ആയിട്ട് റിലേറ്റഡ് ഉള്ള ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് സൂപ്പർവൈസറി ഫങ്ഷൻസ്, പ്രൊമോഷണൽ ഫങ്ഷൻസും ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസും ആണ്. അപ്പോൾ സൂപ്പർവൈസറി ഫങ്ഷൻസ് ഉണ്ട്, പ്രൊമോഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ സൂപ്പർവൈസറി ഫങ്ഷൻസിൽ എന്താണ് വരുന്നത്? സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓവർ ഓൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. എല്ലാ ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ സൂപ്പർവൈസ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് RBI. റിലേറ്റിംഗ് ടു ലൈസൻസിനെ സംബന്ധിച്ചാണെങ്കിലും എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ബ്രാഞ്ച് എക്സ്പാൻഷനെ സംബന്ധിച്ച്, ലിക്വിഡിറ്റി ഓഫ് ദെയർ അസെറ്റ്സ്, മാനേജ്മെൻറ്റ്, മെത്തേഡ്സ് ഓഫ് വർക്കിംഗ്, അമാൽഗമേഷൻ ആൻഡ് വർക്കിംഗ്, റീകൺസ്ട്രക്ഷൻ, ലിക്വിഡേഷൻ, ഈ എല്ലാ കാര്യങ്ങളെയും കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സൂപ്പർവൈസറി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൂപ്പർവിഷൻ തന്നെ RBI സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് റൂറൽ ക്രെഡിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, ഇൻഡസ്ട്രിയൽ ഫിനാൻസിനെ പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും RBI ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് എന്ന് പറയുന്നത്. താങ്ക് യു.